നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആഹാ, നീ എത്തിയോ? നിന്നെ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. എന്നെയോ? എന്തിന്? അല്ല, നീ ഇതിപ്പോ എവിടെ പോയിട്ട് വരിക? നീ എവിടെ പോയതാണ് നിധി? അമ്മ എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ഞാൻ വീട്ടിലേക്ക് പോവാണെന്ന് അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോയത്? വെറുതെ കഥ ഇറക്കല്ലേ നിധി. നീ പോയത് നിന്റെ വീട്ടിലേക്കുമല്ല, അമ്മയെ കാണാനും അല്ല. നീ വേറെ ആരെയോ കാണാൻ പോയതാ. അത് ആരെയാണെന്ന് മാത്രം പറഞ്ഞാ മതി. എന്താ അമ്മേത്? അമ്മയും കൂടെ ചേർന്നാണ് ഈ ചോദ്യം ചെയ്യലിനൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? നിധി പോയത് എന്തായാലും ഇവിടെ അമ്മയെ കാണാനല്ല. പറഞ്ഞത് കള്ളോ. ശിവാനിയും വസു എല്ലാം എന്നോട് പറഞ്ഞു. നീ ഞങ്ങളെ നോക്കണ്ട. വേണമെങ്കിൽ ഞാൻ എന്റെ അമ്മയെ വിളിച്ച് കോൾ റെക്കോർഡ് കേൾപ്പിക്കാം. നീ അവിടെ എങ്ങും ചെന്നിട്ടില്ലെന്ന് അമ്മ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അമ്മയെ കാണാൻ പോകുന്നുവെന്ന് ഏട്ടത്തിയോട് കള്ളം പറഞ്ഞിട്ട് നീ എവിടേക്കാ നിധി പോയത്? എന്താ നിധി നിന്ന് പരുങ്ങുന്നേ? നീ എവിടെ പോയതാണെന്നങ്ങ് പറ. അമ്മേ, നിധി പറഞ്ഞ കള്ളമൊന്നുമല്ല. അമ്മയെ കാണാൻ തന്നെ നിധി പോയത്. ഓഹോ, അങ്ങനെയാണോ? എങ്കി ഇവള് ജംഗ്ഷനിൽ ഓട്ടോ നിർത്തിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിയല്ലോ. അത് ആർക്ക് കൊടുക്കാനായിരുന്നു? പറയ്, ആർക്ക് കൊടുക്കാനാ ആ മരുന്ന് വാങ്ങിയതെന്ന്? വേറെ ആർക്ക് കൊടുക്കാൻ? ഞാൻ വാങ്ങിയത് എന്റെ അമ്മയ്ക്കുള്ള മരുന്നാ. ഓ, ആന്റിക്കുള്ള മരുന്ന് തന്നെയാ നിധി വാങ്ങിയത്. മതി ഗൗതം, നിധിക്ക് വേണ്ടി ബാധിക്കുന്നത് നീ ഒന്ന് നിർത്ത്. ഗൗതം, ഞാൻ നിന്റെ ഭാര്യയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇവള് മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ നിന്നും എന്നെ കണ്ടിട്ട് മുങ്ങിക്കളഞ്ഞു. അല്ലെങ്കിൽ എവിടേക്കാ പോകുന്നതെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. എന്നോട് കള്ളം പറഞ്ഞിട്ട് എങ്ങോട്ടാ നിധി നീ പോയത്? അമ്മ, ഞാൻ പറഞ്ഞത് സത്യമാ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നെയാ പോയത്. ദേ ദേ ദേ, വെറുതെ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അത് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല. ശരി, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മയെ ഇപ്പൊ ഒന്ന് ഫോണിൽ വിളിച്ചേ, എന്നിട്ട് സ്പീക്കറിലിട്. ദേ നോക്ക്, വിളിച്ചിട്ട് നീയായിട്ട് അങ്ങോട്ടൊന്നും പറഞ്ഞേക്കരുത്. നീ മരുന്നും വാങ്ങി വീട്ടിൽ ചെന്നിരുന്നുവെന്ന് നിന്റെ അമ്മ തന്നെ പറയട്ടെ. അത് സൂപ്പർ ഐഡിയ ആന്റി. വിളിക്ക്, നീ നിന്റെ അമ്മയെ വിളിക്ക്, കേൾക്കട്ടെ. അമ്മയെ കാണാനാ നിധി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയും കൂടുതൽ തെളിവെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. തെളിവെടുപ്പ് വേണം. ഇന്ന് ഇവളുടെ കള്ളം തെളിയിച്ചേ പറ്റൂ. നീ ഫോണെടുത്ത് വിളിച്ചേ അങ്ങോട്ട്. എന്തിനാ മടിക്കുന്നത്? നിധി വിളിക്കങ്ങോട്ട്. ദേ, നീയായിട്ട് അങ്ങോട്ടൊന്നും പറഞ്ഞേക്കരുത്. ഹലോ, എന്താ മോളെ? ഹലോ മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മ, ഇപ്പൊ എങ്ങനെയുണ്ട്? നീ കൊണ്ടുവന്ന ഗുളിക കഴിച്ച ശേഷം അല്പം ആശ്വാസമുണ്ട് മോളെ. വീട്ടിലേക്ക് വരുന്നു നീ വിളിച്ചു പറഞ്ഞപ്പോ തനിച്ചായിരിക്കുന്ന ഞാൻ കരുതിയത്. എന്തായാലും കുറെ നാളുകൂടി ഗൗതം മോനും എന്നെ കാണാൻ വന്നല്ലോ. എനിക്ക് വലിയ സന്തോഷമായി മോളെ.
ആന്റിയെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ സമയം കിട്ടിയില്ല. ഇന്ന് നിധി അങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു, ഒന്ന് വന്ന് ആന്റിയെ കണ്ടിട്ട് തന്നെ വേറെ കാര്യമൊന്നും. എന്തായാലും ആന്റി ഹാപ്പി അല്ലേ? ഹാപ്പി ആണോന്നോ? എന്നേക്കാൾ സന്തോഷം ഇന്ന് ഗൗതം മോനാണെന്ന് തോന്നുന്നല്ലോ. എന്തു പറ്റി? എന്താ മോനെ ഒന്നും മിണ്ടാത്തെ? ഞാൻ സന്തോഷത്തിലാണെന്ന് ആന്റി പറഞ്ഞത് സത്യം തന്നെയാ. അതെന്താന്നറിയോ, ഞാനിപ്പോ ഇഞ്ചി തിന്ന 2 കുരങ്ങന്മാരെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കേ. അതിന്റെ ഒരു സന്തോഷം. കുരങ്ങന്മാരോ? അതെവിടെ? ആ, കുരങ്ങന്മാരൊക്കെ ഉണ്ടമ്മേ. ആ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്നാ വെക്കട്ടെ. അപ്പോ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? അമ്മേ, ഈ കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് അധികം ഇടപെടുന്ന സൂക്ഷിച്ചു വേണം. അതുപോലെ ഓരോ വിക്രിയകളും കിറുക്കളും ഒക്കെ കാണിക്കാൻ പിന്നെ അമ്മയ്ക്കും തോന്നും. പറഞ്ഞില്ലാന്ന് വേണ്ട. മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് ഒരു ഏടാ കൂടത്തി കൊണ്ട് ചാടിച്ചോളൂ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോട്ടെ മാഡം. ഇനി അടുത്ത പൂരത്തിന് കാണാം കേട്ടോ. ഗൗതം വാ.